നെയ്മീൻ മസാല റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിനായി 4 നെയ്മീൻ്റെ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി സ്ലൈസായി എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കണം. എല്ലാം കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനായി ഒരു ബൗൾ എടുത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ നാടൻ എരിവുള്ള മുളക് പൊടി, ഈ സ്പൂണിന് 1 ടീസ്പൂൺ ഉപ്പ്, ചെറിയ സ്പൂണാണ്. ഈ വിനാഗിരിയാണ് ഞാൻ ഒഴിക്കുന്നത്, ആപ്പിൾ സെഡാർ വിനാഗിരി. ആവശ്യത്തിന് വിനാഗിരിയും കൂടെ ഒഴിച്ച് മസാല നല്ലതുപോലെ മിക്സ് ചെയ്യാം. മീൻ കഷ്ണം ഓരോന്നായി പെറുക്കി മസാലപ്പെട്ട് മസാലയൊക്കെ പുരട്ടി നമുക്ക് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇനി ഈ നെയ്മീൻ റോസ്റ്റ് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ: 2 മീഡിയം സവാള ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി 1 കഷ്ണം ഇഞ്ചി, ഒരു 6 അല്ലി വെളുത്തുള്ളിയും പേസ്റ്റാക്കി അരച്ച് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, ഒരു മീഡിയം തക്കാളി പേസ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ: മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, എരിവെള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ലാസ്റ്റ് കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള വെള്ളം. ഇത്രയാണ് ഈ റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഓരോ മീനും ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഇത് നമുക്ക് തിരിച്ചിടാം. ഫ്രെയിമിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാം ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കോരി മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്യാം.
അതേ ഓയിൽ തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം. അതിനായി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലയും 2 പച്ചമുളകും ചേർക്കാം. അത് ചെറുതായി നോക്കുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 മീഡിയം സവാള ചേർക്കാം. ഇടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. സവാള വഴങ്ങുന്ന സമയം കൊണ്ട് ഇതിനാവശ്യമുള്ള മസാലകൾ എടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ആദ്യം നമ്മൾ 1/2 ടീസ്പൂൺ ചേർത്തായിരുന്നു ഫിഷിൽ. പിന്നെ 1/2 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു നിറത്തിനായി 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്തരം പൊടിയാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഉള്ളിയൊക്കെ ചെറുതായി വാടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മസാലപ്പൊടികൾ ചേർക്കാം. അത് ഓയിലിലോട്ടൊന്ന് മിക്സ് ചെയ്യാം. പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മസാലയുടെ പച്ചമണമൊക്കെ മാറി. ഈ സമയം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ചേർക്കാം. ഫ്ലെയിം കുറച്ച് മീഡിയം ഫ്ലെയിം ആക്കി നമുക്ക് അതും കൂടി ഇതിലിട്ടൊന്ന് മൂപ്പിക്കാം. തക്കാളി പേസ്റ്റ് നല്ലപോലെ തിളച്ച് പച്ചമണമൊക്കെ മാറുമ്പോൾ നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. തക്കാളിയൊക്കെ പച്ചമണമൊക്കെ മാറി മൂത്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് മീൻ കഷ്ണം, വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണം ഓരോന്നായി പെറുക്കി. അത് ഈ മസാല കിടന്നൊന്ന് നോക്കട്ടെ. ലോ ഫ്ലെയിം ആക്കാം ഈ സമയം. ചെറിയ സിമ്മിൽ ഒരു മിനിറ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഫിഷ് മസാല റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാം വളരെ നല്ല ടേസ്റ്റാണിത്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.
നെയ്മീൻ മസാല റോസ്റ്റ് നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. അടപ്പൊന്ന് തുറക്കാം. കറിയെല്ലാം വെന്ത് വറ്റിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. വീണ്ടും അടച്ചു വെച്ചില്ല. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നമുക്ക് അടപ്പൊന്ന് തുറക്കാം. നെയ്മീൻ മസാല റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നെയ്മീൻ മസാല റോസ്റ്റ് റെഡി.